മജ്ജിമ നികായ 72 അഗ്ഗി വച്ച സൂത്ത്. ഈ സൂത്തം ഭഗവാൻ വച്ചഗോത്തൻ എന്ന പരിവ്രാജകന് നൽകിയ ഉപദേശങ്ങളാണ്. ഇന്നത്തെ പോലെ അന്നും ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 62ഓളം ദർശനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫിലോസഫികൾ ഉണ്ടായിരുന്നു, തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയാണ് ദിട്ടി എന്ന് പറയുന്നത്, മിഥ്യാദിട്ടി. രണ്ട് തരം ദർശനമുണ്ട്. ഒന്ന് സമ്മാദിട്ടി, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ദർശനം. അതെന്താണ്? 4 ആര്യസത്യം: ദുഃഖം, ദുഃഖത്തിൻ്റെ സമുദയം, ദുഃഖത്തിൻ്റെ നിരോധം, ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗം. ഇതാണ് ശരിയായിട്ടുള്ള ദിട്ടി. ബാക്കിയുള്ള എല്ലാ ദർശനവും തെറ്റാണ്. അത് എന്തുകൊണ്ട് തെറ്റാണ് എന്ന് ഭഗവാൻ ഒരു സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദീഘനികായിലെ ഒരു സൂത്രം, ബ്രഹ്മജാല സൂത്രം. അത് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടില്ല. ആ സൂത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദർശനങ്ങളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാകും. നമുക്ക് നേരെ സൂത്രത്തിലേക്ക് പോകാം. ഞാനിങ്ങനെ കേട്ടു: ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് വച്ചഗോത്തൻ എന്ന പരിവ്രാജകൻ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം കുശലപ്രശ്നങ്ങൾ ചെയ്തു. അഭിവാദ്യവും കുശലപ്രശ്നങ്ങൾക്ക് ശേഷം വച്ചഗോത്തൻ എന്ന പരിവ്രാജകൻ ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ഈ സൂത്രം മനസ്സിലാക്കാൻ വളരെ ദുഷ്കരമാണ്, എങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത്ര നമ്മൾക്ക് ശ്രമിക്കാം. ഗൗതമശാസ്താവേ, താങ്കളുടെ ദർശനം എന്താണ്? ഈ ലോകം ശാശ്വതമാണ്, ഇത് മാത്രമാണ് സത്യം, ബാക്കിയുള്ള എല്ലാം തന്നെ മിഥ്യയാണ്. ഇതാണോ താങ്കളുടെ ദിട്ടി അല്ലെങ്കിൽ ദർശനം? ഏവം ദിട്ടി ഭവം ഗൗതമോദി. ബച്ച, ഇത് എൻ്റെ ദിട്ടിയല്ല. ലോകം ശാശ്വതമാണ്, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം തെറ്റാണ് എന്നുള്ളത് എൻ്റെ ദർശനമല്ല. അപ്പോൾ ഗൗതമശാസ്ത്ര, ഈ ലോകം ശാശ്വതമല്ല, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യയാണ്, ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. ഈ ലോകം അശാശ്വതമാണ് എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, ഈ ലോകത്തിന് അതിരുകളുണ്ട്, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ, ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. ഈ ലോകത്തിന് അതിരുകളുണ്ട്, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, ഈ ലോകം അനന്തമാണ്, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ, ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. ഈ ലോകം അനന്തമാണ്, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, ജീവനും ശരീരവും ഒന്നാണ്, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യയാണ്, ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. ജീവനും ശരീരവും ഒന്നാണ് എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, ജീവനും ശരീരവും വെവ്വേറെയാണ്, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാ ദർശനവും മിഥ്യയാണ്, ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. ജീവനും ശരീരവും വെവ്വേറെയാണ്, ഇതാണ് സത്യം, മറ്റെല്ലാം മിഥ്യ എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, തഥാഗതൻ മരണശേഷം ജീവിക്കുന്നു, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യയാണ്, ഇതാണ് താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. തഥാഗതൻ മരണശേഷം ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, തഥാഗതൻ മരണശേഷം ജീവിക്കുന്നില്ല, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ, ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. തഥാഗതൻ മരണശേഷം ജീവിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, തഥാഗതൻ മരണശേഷം ജീവിക്കുന്നുമുണ്ട്, ജീവിക്കുന്നുമില്ല, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ, ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇത് എൻ്റെ ദർശനമല്ല. തഥാഗതൻ മരണശേഷം ജീവിക്കുന്നുണ്ട്, ജീവിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ദർശനമല്ല. ഗൗതമശാസ്ത്ര, തഥാഗതൻ മരണശേഷം ജീവിക്കാതിരിക്കുന്നില്ല, ജീവിക്കാതിരിക്കുന്നുമില്ല, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ,
ഇതാണോ താങ്കളുടെ ദർശനം? വച്ച, ഇതും എൻ്റെ ദർശനമല്ല. തഥാഗതൻ മരണശേഷം ജീവിക്കാതിരിക്കുന്നുമില്ല. ഗൗതമശാസ്ത്ര, ഞാൻ ഈ 10 ചോദ്യങ്ങളും താങ്കളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ താങ്കൾ ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ ദർശനമല്ല എന്ന് പറഞ്ഞു. ഇനി വച്ചൻ ആ 10 ചോദ്യങ്ങളും വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ സൂത്തം ആദ്യം മുതൽ ഇതുവരെ വീണ്ടും ഒന്ന് കേൾക്കുക. അപ്പോൾ ആവർത്തനമായി. ഗൗതമശാസ്ത്ര, ഈ 10 ചോദ്യങ്ങളിൽ എന്ത് ആപത്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ 10 ദർശനങ്ങളിൽ എന്ത് ആപത്ത് കണ്ടിട്ടാണ്, എന്ത് അപകടം കണ്ടിട്ടാണ് താങ്കൾ ഈ 10 ദർശനങ്ങളെയും ഒഴിവാക്കുന്നത്? വച്ചഗോത്ത, ഈ 10 ദർശനങ്ങളും ദർശനങ്ങളുടെ കാടാണ്, ദർശനങ്ങളുടെ മരുഭൂമിയാണ്, ദർശനങ്ങളുടെ മായയാണ്, ദർശനങ്ങളുടെ ഒഴിവുകഴിവുകളാണ്, ദർശനങ്ങളുടെ ബന്ധനമാണ്. ഈ ദർശനങ്ങളിൽ എല്ലാം തന്നെ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടമുണ്ട്. ഈ ദർശനങ്ങൾ മൂലം നമ്മൾക്ക് അനാസക്തി ഉണ്ടാകുന്നില്ല, രാഗമില്ലായ്മ ഉണ്ടാകുന്നില്ല, നിരോധം ഉണ്ടാകുന്നില്ല, ശാന്തി ഉണ്ടാകുന്നില്ല, ദർശനം ഉണ്ടാകുന്നില്ല, സംബോധി ഉണ്ടാകുന്നില്ല, നിർവ്വാണം ഉണ്ടാകുന്നില്ല. അതായത് ഈ പറഞ്ഞ ദർശനങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. വീണ്ടും ആ ദർശനങ്ങളെ മുഴുവൻ ആവർത്തിക്കുകയാണ്. ലോകം ശാശ്വതമാണോ അശാശ്വതമാണോ? ലോകം അന്തമുള്ളതാണോ അനന്തമാണോ? വച്ച, ഈ ആപത്തുകളെ, ഈ അപകടങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ദർശനങ്ങളെ എല്ലാം തന്നെ ഒഴിവാക്കുന്നത്. എങ്കിൽ ഗൗതമശാസ്ത്ര, താങ്കൾക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ദിഠിയുണ്ടോ, ദർശനമുണ്ടോ? ഇവിടെ ദിഠി എന്ന വാക്കിന് മിഥ്യാദിഠി എന്നാണ് അർത്ഥം, സമ്മാദിഠിയല്ല. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും ദിഠിയുണ്ടോ എന്ന് പറയുന്നത്. അതായത് ദിഠിക്ക് ഇവിടെ പറയുന്നത് ഫിലോസഫി, അതായത് അറിയാത്ത കാര്യം നമ്മൾ ചിന്തിച്ച് മനസ്സുറപ്പിക്കുന്ന കാര്യത്തിനെയാണ് ദിഠി എന്ന് പറയുന്നത്. വച്ച, തഥാഗതൻ എല്ലാ ദിഠികളെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തെന്നാൽ തഥാഗതൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. ഇതി രൂപം ഇതി രൂപസ്സ സമുദയോ ഇതി രൂപസ്സ അഠംഗമോ. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് 5 സ്കന്ധങ്ങളെയാണ്. അതായത് എല്ലാ പ്രാണികളും ഈ 5 സ്കന്ധങ്ങൾ കൂടിയതാണ്. ഒന്നാമത്തത് രൂപം അല്ലെങ്കിൽ നമ്മുടെ ശരീരം. രണ്ടാമത്തത് മനസ്സിൻ്റെ 4 സ്കന്ധങ്ങൾ, വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. ഇതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. ഭഗവാൻ ഇങ്ങനെ പറയാണ്, ഇത് രൂപം, ഇത് രൂപമാണ്. ഇത് രൂപസ്സ സമുദയോ, ഇത് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാണ്. ഇത് രൂപസ്സ അഠംഗമോ, ഇത് രൂപത്തിൻ്റെ അസ്തമയമാണ്. ഈ കാര്യം നമ്മൾ വെറുതെ തിയറിറ്റിക്കലായിട്ട് മനസ്സിലാക്കേണ്ടതല്ല, ധ്യാനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനിയുള്ളതെല്ലാം. അതായത് ഈ രൂപം എന്ന് പറയുന്നത് നമ്മൾക്ക് പുറമേ നോക്കുന്ന സമയത്ത് മാറാത്ത ഒരു സംഗതിയാണ്. പക്ഷേ നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഇത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും വളരെ ശീഘ്രഗതിയിൽ ഇത് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രകമ്പനം ചെയ്യുന്നതായിട്ടും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും സംവേദനയിലൂടെ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഈ ശരീരം എന്ന് പറയുന്നത് വളരെ ശീഘ്രഗതിയിൽ ഉണ്ടാകുകയും നിലനിൽക്കുകയും നഷ്ടമാകുകയും ചെയ്യുന്നു. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഞൊടിക്കുന്ന സമയത്ത്, കൈവിരൽ കൊണ്ട് ഞൊടിക്കുന്ന സമയത്ത് എത്രയോ ദശലക്ഷ പ്രാവശ്യമാണ് ഈ ശരീരം ഉണ്ടാകുകയും നഷ്ടമാകുകയും ചെയ്യുന്നത്. ഇത് ഓരോ സാധകനും സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ധ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ പുസ്തകത്തിലൂടെയോ സംവാദത്തിലൂടെയോ അല്ലെങ്കിൽ ചിന്തിച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ബന്ദേ വിമലാരംസ് പറയുന്നത്, നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 4 ധ്യാനമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് സൂത്രങ്ങളെക്കുറിച്ച് മനസ്സിലാകുകയുള്ളൂ, അതിൻ്റെ ഉള്ളിലെ അർത്ഥങ്ങൾ നമ്മൾക്ക് പിടികിട്ടുകയുള്ളൂ. ഇവിടെ രൂപം അനിത്യമാണ്, വന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. ഇതി വേദന, ഇതി വേദനായ സമുദയോ ഇതി വേദനായ അഠംഗമോ. ഇത് വേദന അല്ലെങ്കിൽ അനുഭവമാണ്, ഇത് വേദനയുടെ ഉത്പത്തിയാണ്, ഇത് വേദനയുടെ അസ്തമയമാണ്. വേദന എന്ന് പറയുമ്പോൾ അനുഭവം, അത് സുഖകരമാകാം, ദുഃഖകരമാകാം, സുഖമോ ദുഃഖമോ അല്ലാത്തത് ആകാം. ഇതി സഞ്ജ, ഇതി സഞ്ജായ സമുദയോ ഇതി സഞ്ജായ അഠംഗമോ. ഇത് സംഖ്യയാണ്, ഇത് സംഖ്യയുടെ ഉൽപ്പത്തിയാണ്, ഇത് സംഖ്യയുടെ അസ്തമയമാണ്.
ഇതി സംഖാരാനം സമുദയോ ഇതി സംഖാരാനം അഠംഗമോ. ഇത് സംസ്കാരമാണ്, ഇത് സംസ്കാരങ്ങളുടെ ഉദയമാണ്, ഇത് സംസ്കാരങ്ങളുടെ അസ്തമയമാണ്. ഇതി വിജ്ഞാനം ഇതി വിജ്ഞാനസ്സ സമുദയോ ഇതി വിജ്ഞാനസ്സ അഠംഗമോതി. ഇത് വിജ്ഞാനമാണ്, ഇത് വിജ്ഞാനത്തിൻ്റെ സമുദയമാണ്, ഇത് വിജ്ഞാനത്തിൻ്റെ അസ്തമയമാണ്. അതായത് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം തന്നെ അനിത്യമാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അതെല്ലാം ഉൽപാദം, സ്ഥിതി, വ്യയം ഉള്ള അവസ്ഥകളാണ്, ശരീരമായാലും മനസ്സിലായാലും. അപ്പോൾ ഇതിൽ ഏതും തന്നെ പെർമനൻ്റായിട്ടുള്ള നിത്യമായിട്ടുള്ള ഒരു കാര്യവും അവിടെ കാണുന്നില്ല. അതിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചസ്കന്ധങ്ങളെയും നമ്മൾ ഒരു രോഗത്തെപ്പോലെ, ഒരു മുഴയെപ്പോലെ, ഒരു ശസ്ത്രത്തെപ്പോലെ നമ്മൾ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇതിലെ ഒരു കാര്യങ്ങളെയും നമ്മൾ പിടിക്കാൻ പാടില്ല. അതിനാൽ തഥാഗതൻ എല്ലാത്തരം ദർശനങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്, എല്ലാ അധിഷ്ഠാനങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്, എല്ലാ അഭിമാനത്തെയും അഹങ്കാരത്തെയും ഞാൻ എൻ്റെ എന്ന ഭാവത്തെയും ഞാൻ എന്ന അഭിമാനത്തെയും ഇവയെല്ലാം തഥാഗതൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അതിനെ അവസാനിപ്പിച്ചിരിക്കുകയാണ്, അതിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്, അതിനെ നിരോധമാക്കിയിരിക്കുകയാണ്, അതിനെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അതായത് ഈ രൂപത്തിലോ അല്ലെങ്കിൽ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലോ ആസക്തിയോ ഞാൻ എൻ്റെ എന്ന ഭാവമോ ഇത് എൻ്റേതാണ് എന്ന ഭാവമോ ഒന്നും തന്നെയില്ല. ഈ പഞ്ചസ്കന്ധങ്ങളിലും എന്തെന്നും ഉണ്ടാകുന്നുവോ അതിനെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഈ 5 സ്കന്ധങ്ങളിലും ഇനി ഞാൻ എൻ്റെ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് തഥാഗതൻ എത്തിയിരിക്കുന്നത്. എങ്കിൽ ഗൗതമശാസ്ത്ര ഒരു ഭിക്ഷുവിൻ്റെ മനസ്സ് ഇതേമാതിരി വിമുക്തമായിരിക്കുന്ന സമയത്ത് അവർ എവിടെയാണ് പുനർജനിക്കുന്നത്? വച്ച അവർ പുനർജനിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ അപ്രസക്തമാണ്. അപ്പോൾ ഗൗതമശാസ്ത്ര അവർ പുനർജനിക്കുന്നില്ലയോ? വച്ച അവർ പുനർജനിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ അപ്രസക്തമാണ്. അപ്പോൾ ഗൗതമശാസ്ത്ര അവർ പുനർജനിക്കുകയും പുനർജനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ? വച്ച അവർ പുനർജനിക്കുകയും പുനർജനിക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യം ഇവിടെ അപ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ ഗൗതമശാസ്ത്ര അവർ പുനർജനിക്കാതിരിക്കുന്നുമില്ല, പുനർജനിക്കുന്നുമില്ല, ഇതാണോ ശരി? വച്ച അവർ പുനർജനിക്കാതിരിക്കുന്നുമില്ല, പുനർജനിക്കുന്നുമില്ല, ഇതും ഇവിടെ അപ്രസക്തമാണ്. ഗൗതമശാസ്ത്ര ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ താങ്കൾ പറഞ്ഞു ഇത് ഒന്നും തന്നെ പ്രസക്തമല്ല, ഇതെല്ലാം അപ്രസക്തമാണ്, അതായത് കാര്യമില്ലാത്തതാണ്. ഗൗതമശാസ്ത്ര എനിക്ക് ഈ കാര്യം മനസ്സിലാകുന്നില്ല, എനിക്ക് ഒരുപാട് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗൗതമശാസ്ത്ര താങ്കളുമായിട്ട് മുൻപ് ചർച്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ വ്യക്തത അതുകൂടി ഇപ്പോൾ ഇല്ലാതായി. വച്ച ഈ കാര്യം താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. വച്ച നിങ്ങൾക്ക് ചിന്താക്കുഴപ്പമുണ്ടായി എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. എന്തെന്നാൽ ഈ ധർമ്മം വളരെ ആഴത്തിലുള്ളതാണ്, കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, വളരെ ശാന്തമാണ്, വളരെ ഉയർന്നതാണ്, തർക്കത്തിനും അപ്പുറത്തുള്ളതാണ്, വളരെ സൂക്ഷ്മമാണ്. ജ്ഞാനികൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വച്ച ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തെന്നാൽ താങ്കളുടെ ദർശനം വേറെയാണ്, താങ്കളുടെ സമ്പ്രദായം, വിശ്വാസം ഇതെല്ലാം വേറെയാണ്. നിങ്ങൾ ഈ മാർഗത്തിൽ പരിശീലിച്ചിട്ടില്ല എങ്കിൽ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിൽ വച്ചക ശരി, ഞാൻ ഇതിനെപ്പറ്റി താങ്കളോട് മറുചോദ്യം ചോദിക്കാം. താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താങ്കൾ ഉത്തരം തരാം. വച്ച താങ്കൾ എന്താണ് കരുതുന്നത്? ഉദാഹരണമായിട്ട് താങ്കളുടെ മുന്നിൽ തീ കത്തുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ തീ കത്തുകയാണ് എന്ന് താങ്കൾ അറിയുന്നുണ്ടോ? ഉണ്ട് ഗൗതമശാസ്താവേ, എൻ്റെ മുന്നിൽ തീ കത്തുകയാണെങ്കിൽ എൻ്റെ മുന്നിൽ തീ കത്തുന്നു എന്ന് ഞാൻ അറിയും. എന്നാൽ വച്ച അവർ താങ്കളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, താങ്കളുടെ മുന്നിൽ ഈ തീ കത്തുന്നുണ്ട്, അത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് കത്തുന്നത് എന്ന് താങ്കളോട് ചോദിക്കുകയാണ്. അപ്പോൾ താങ്കൾ അതിന് എങ്ങനെ മറുപടി പറയും?
ബന്ദേ, ഞാൻ ഇപ്രകാരം മറുപടി പറയും. എൻ്റെ മുന്നിൽ കത്തുന്ന തീ പുല്ലുകളെയും അതേപോലെ തന്നെ വിറകുകളെയും ഇന്ധനമാക്കി ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. വച്ച, ഇനി നിങ്ങളുടെ മുന്നിലുള്ള ആ തീ അണഞ്ഞുപോയി. അപ്പോൾ താങ്കളുടെ മുന്നിലുള്ള ഈ തീ അണഞ്ഞു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ട് ഗൗതമശാസ്ത്ര. എന്നാൽ വച്ച, അവർ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, താങ്കളുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ള തീ അണഞ്ഞു, അത് എങ്ങോട്ടാണ് പോയത്? ഏത് ദിശയിലേക്കാണ് അത് പോയത്? കിഴക്കോട്ടാണോ, തെക്കോട്ടാണോ, പടിഞ്ഞാറോട്ടാണോ, വടക്കോട്ടാണോ? താങ്കൾ ഇതിന് എങ്ങനെ മറുപടി പറയും? ഗൗതമശാസ്ത്ര, അത് അപ്രസക്തമാണ്. ആ തീ കത്താൻ ആശ്രയിച്ചത് ആ തടികളെയും പുല്ലുകളെയും ആണ്. ആ തടികളും പുല്ലുകളും തീർന്നു, അതിന് പുതിയ ഇന്ധനം കിട്ടുന്നില്ല. അതിനാൽ ഇന്ധനം കിട്ടാത്തതിനാൽ ആ തീ ശമിച്ചു. അതുപോലെ വച്ച, ഏത് രൂപത്തെ ആശ്രയിച്ചിട്ടാണോ തഥാഗതൻ അറിയപ്പെടുന്നത്, ആ രൂപത്തെ വേരോടുകൂടി അദ്ദേഹം മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. തലയറ്റ ഒരു പനമരം പോലെയാണ്, അതിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അത് ഭാവിയിൽ ഒരിക്കലും ഉയരുകയില്ല. തഥാഗതൻ ഒരിക്കലും രൂപത്തെ തൻ്റേത് എന്ന് കരുതുന്നില്ല. അത് വളരെ ആഴത്തിലുള്ളതാണ്, അളക്കാൻ സാധിക്കാത്തതാണ്, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ഒരു സമുദ്രത്തെ പോലെയാണ്. അവർ പുനർജനിക്കുന്നുണ്ട്, അവർ പുനർജനിക്കുന്നില്ല, അവർ ജനിക്കുകയും ജനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ജനിക്കാതിരിക്കുകയോ അതേപോലെ തന്നെ ജനിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പ്രസക്തമല്ല. ഇതേപോലെ തന്നെയാണ് വേദന. അതിനെയും ഭഗവാൻ പരിപൂർണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സംഖ്യ, സംസ്കാരം, അതിനെയും പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിജ്ഞാനം, ആ വിജ്ഞാനത്തെ തഥാഗതൻ പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. തലമുറിച്ച ഒരു പനമരം പോലെയാണ്, അതിനെ നഷ്ടമാക്കിയിട്ടുണ്ട്. അത് ഒരിക്കലും ഭാവിയിൽ ഉണരുന്നതല്ല. അതിനാൽ തഥാഗതൻ ആ വിജ്ഞാനത്തെ തൻ്റേത് എന്ന് കരുതുന്നില്ല. അത് വളരെ ആഴത്തിലുള്ളതാണ്, അളക്കാൻ സാധിക്കുന്നതല്ല, മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് തഥാഗതൻ ബാക്കിയുള്ള കാര്യങ്ങളെയും, അതായത് മനസ്സിൻ്റെ ഓരോ അംഗങ്ങളെയും പരിപൂർണമായിട്ട് അത് ഞാൻ എൻ്റെ എന്ന് വിശ്വസിക്കുന്നില്ല. അത് മഹാസമുദ്രം പോലെയാണ്. അവർ പുനർജനിക്കുന്നു, അവർ പുനർജനിക്കുന്നില്ല, അവർ പുനർജനിക്കുകയും പുനർജനിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവർ പുനർജനിക്കുകയോ ചെയ്യാതിരിക്കുന്നില്ല. ഭഗവാൻ ഈ രീതിയിൽ പറഞ്ഞപ്പോൾ ബച്ചഗൗതൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്ത്ര, ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ നഗരത്തിൽ നിന്നോ അധികം ദൂരെയല്ലാതെ ഒരു വലിയ സാലവൃക്ഷം ഉണ്ട് എന്ന് കരുതുക. എന്തെന്നാൽ അത് അനിത്യമാണ്. അതിനാൽ അതിൻ്റെ കൊമ്പുകളും ഇലകളും തൊലിയും ചെറിയ ഇലകളും അതിൻ്റെ മൃദുവായിട്ടുള്ള തടിയും കൊഴിഞ്ഞു വീഴും. അപ്പോൾ കുറേ സമയങ്ങൾക്ക് ശേഷം അതിന് കൊമ്പുകളോ നിറയെ ഇലകളോ തൊലികളോ അതേപോലെ തന്നെ ചെറിയ ഇലകളോ മൃദുവായിട്ടുള്ള തടിയോ ഉണ്ടാകുകയില്ല. അതിൻ്റെ സാരം മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്, അതായത് കാതൽ മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതിനാൽ തഥാഗതൻ്റെ വ്യാഖ്യാനത്തിൽ കൊമ്പുകളോ ഇലകളോ തൊലികളോ ചെറിയ ഇലകളോ മൃദുവായിട്ടുള്ള തടിയോ ഒന്നും തന്നെയില്ല, അതിൻ്റെ സാരം തന്നെയാണ് ഉള്ളത്. അഭിക്കന്തം ഭോ ഗൗതമ, അഭിക്കന്തം, വളരെ നന്നായി ഗൗതമശാസ്ത്ര, വളരെ നന്നായി. മറച്ചു വച്ചിരിക്കുന്നതിനെ നിവർത്തി വച്ചതുപോലെ, ഒളിഞ്ഞിരിക്കുന്നതിനെ പ്രകടമാക്കിയതുപോലെ, വഴിതെറ്റിയവന് വഴി കാണിക്കുന്നത് പോലെ, അന്ധകാരത്തിൽ ദീപം തെളിച്ചതുപോലെ, അതുമൂലം കണ്ണുള്ളവർക്ക് എല്ലാ കാഴ്ചകളും വ്യക്തമായിട്ട് കാണാം. അതുപോലെ പലതരം ഉദാഹരണത്താൽ ഭഗവാൻ ധർമ്മത്തെ പ്രകാശിപ്പിച്ചു. ഇന്നു മുതൽ ഗൗതമശാസ്ത്ര, എന്നുവരെ എൻ്റെ ശരീരത്തിൽ പ്രാണനുണ്ടോ അതുവരെ എന്നെ ഒരു ഉപാസകനായിട്ട് എന്നെ കണക്കാക്കണം. അഗ്ഗിവച്ച സുത്തം നിഠിതം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു അർഹന്തൻ്റെ അവസ്ഥയാണ്. അതായത് 5 സ്കന്ധങ്ങളെയും അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുകയാണ്.
ഇതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ സാധനയുടെ ആ അവസ്ഥയിലെത്തുന്ന സമയത്ത് നമ്മൾക്ക് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി മനസ്സിലാകും. ഈ 5 സ്കന്ധങ്ങളും ഉണ്ടാകുന്നത് എന്തെങ്കിലും കാര്യത്തെ ആശ്രിതമാക്കിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതൊന്നും നമ്മളുടേതല്ല, അനിത്യമാണ് എന്ന് മനസ്സിലാവും. സൂത്രം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.